ഓട്ടോമൊബൈലുകളിൽ സാധാരണയായി ഇലക്ട്രിക്കൽ സംവിധാനങ്ങളായ സെൽഫ് സ്റ്റാർട്ടർ, ഇൻഡിക്കേറ്ററുകൾ, ഹെഡ്ലൈറ്റ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ക്യാബിൻ പാസഞ്ചർ ലൈറ്റുകൾ എന്നിവയ്ക്ക് വേണ്ടിയാണ് ഇലക്ട്രിസിറ്റി അഥവാ വൈദ്യുതി ഉപയോഗിക്കുന്നത്. പ്രധാനമായും 3 ഭാഗങ്ങളായി ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ സംവിധാനത്തെ നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെ ഭാഗം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടുന്നതാണ്. രണ്ടാമത്തേത് ഇങ്ങനെ ഉൽപ്പാദിക്കപ്പെടുന്ന വൈദ്യുതി സ്റ്റോറേജ് ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ. മൂന്നാമത്തേത് ഈ വൈദ്യുതിയെ ആവശ്യാനുസരണം ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ, ഉദാഹരണത്തിന് ലൈറ്റ്, ഫോൺ മുതലായ സംവിധാനങ്ങളും അവ ഉൾപ്പെടുന്ന വയറിംഗ് സിസ്റ്റവും ഉൾപ്പെടുന്നതാണ്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം, സ്റ്റോറേജ് ചെയ്യുന്ന ഭാഗം, ഈ വൈദ്യുതി ഉപയോഗപ്പെടുത്തുന്ന ഭാഗം, അങ്ങനെ 3ആയി നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി തരംതിരിക്കാം. ഈ 3 ഭാഗങ്ങളെയും പ്രത്യേകമായി നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഓരോ ഭാഗങ്ങളെ പറ്റിയും വിശദമായി പഠിക്കുന്നതാണ് തുടർന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ ചെയ്യുന്നത്. അതിലാദ്യമായി ചാർജിംഗ് സിസ്റ്റം അഥവാ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ആവശ്യമായ അളവിൽ ബാറ്ററി വരെ എത്തിക്കുന്ന സംവിധാനം. ആ സംവിധാനത്തെ നമ്മൾ ആദ്യമായി പഠിക്കാൻ വേണ്ടി പോകുന്നത്. സാധാരണയായി വാഹനങ്ങളിൽ 2 തരത്തിലുള്ള വൈദ്യുതി ഉൽപാദന രീതികളാണ് ഉള്ളത്. ഒന്ന് DC ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ എന്ന് പറയുന്ന സംവിധാനവും രണ്ടാമത്തേത് ആൾട്ടർനേറ്റർ എന്ന് പറയുന്ന സംവിധാനം. അതിൽ ആദ്യത്തേത് DC ജനറേറ്റർ അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയി പറയുന്ന ഡൈനാമോ എന്ന് പറയുന്ന സംവിധാനം കുറച്ച് പഴയ വാഹനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പുതിയ വാഹനങ്ങളിൽ മുഴുവനും ആൾട്ടർനേറ്റർ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായി അതിൻ്റെ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലൊന്നും DC ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോയും ആൾട്ടർനേറ്ററും തമ്മിൽ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വൈദ്യുതി ഉൽപ്പാദനമായതുകൊണ്ട് രണ്ടിനും ഒരേ അടിസ്ഥാന തത്വം ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ രണ്ടിൻ്റെയും വ്യത്യാസം കാണുന്നത് അതിൻ്റെ നിർമ്മാണ രീതികളിൽ പഠിക്കുന്ന സമയത്താണ്. അതായത് കൺസ്ട്രക്ഷൻ, DC ജനറേറ്ററിൻ്റെയും ആൾട്ടർനേറ്ററിൻ്റെയും കൺസ്ട്രക്ഷൻ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് DC ജനറേറ്ററിനെ പറ്റിയാണ്. അടിസ്ഥാനപരമായി DC ജനറേറ്ററിൻ്റെയും ആൾട്ടർനേറ്ററിൻ്റെയും പ്രവർത്തനം ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നതാണ്. വാഹനങ്ങളിൽ നമ്മൾ ലഭ്യമാക്കുന്ന പ്രൈമറി എനർജി രൂപമായ പെട്രോൾ, ഡീസൽ, LPG, CNG എന്നിവയിൽ നിന്നും കെമിക്കൽ എനർജിയെ എൻജിൻ മെക്കാനിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യുകയും ഇങ്ങനെ വാഹനത്തിന് ചലിക്കുവാൻ ആവശ്യമായി ലഭ്യമാകുന്ന മെക്കാനിക്കൽ എനർജിയുടെ ഒരു ഭാഗം വാഹനങ്ങളിലേക്ക് ആവശ്യമായ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നതിന് വേണ്ടി DC ജനറേറ്ററിനും ആൾട്ടർനേറ്ററിനും ലഭ്യമാക്കുകയും അവയുടെ പ്രവർത്തനം മൂലം വാഹനങ്ങൾക്ക് ആവശ്യമായ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി DC ജനറേറ്ററിന്റെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഒരു DC ജനറേറ്ററിന്റെ പ്രവർത്തനം സാധാരണയായി വളരെ ലളിതമായി പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി രൂപമാറ്റം ചെയ്യുന്നതാണ്. ഒരു DC ജനറേറ്ററിന്റെ പ്രധാന ഭാഗങ്ങളാണ് സ്ഥിരമായി നിൽക്കുന്ന കാന്തിക ധ്രുവങ്ങൾ, വൈദ്യുതി ലഭ്യമാകുന്ന കമ്പിച്ചിലുകളുടെ ഒരു കൂട്ടമായ ആർമേച്ചർ, AC വൈദ്യുതിയെ DC ആക്കി മാറ്റുന്ന കമ്മ്യൂട്ടേറ്ററും അതിന് അനുബന്ധമായ സംവിധാനങ്ങളും, കൂടാതെ ഈ മുഴുവൻ സംവിധാനങ്ങളെയും സ്ഥിരമായി കൃത്യമായി യഥാസ്ഥാനത്ത് നിർത്തുന്ന യോക്ക് അഥവാ കവചവും. ഇവയാണ് ഒരു DC ജനറേറ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് DC ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോയുടെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനം വിശദീകരിക്കുക എന്നുള്ളത്. അതിനാവശ്യമായി നമ്മൾ കൃത്യമായ രീതിയിലുള്ള ചിത്രം വരയ്ക്കുന്നുണ്ട്. ആ ചിത്രത്തിൽ ഇനി പറയുന്ന കാര്യങ്ങൾ അടയാളപ്പെടുത്തുക. ഏറ്റവും പുറം ഭാഗത്തായി യോക്കിനുള്ളിൽ ഫീൽഡ് കോറിന് ചുറ്റും ഫീൽഡ് കോയിലിലേക്ക് വൈദ്യുതി വരുമ്പോഴാണ് മാഗ്നറ്റായി മാറുന്നത്. അതിനുള്ളിൽ
ആർമേച്ചറിന്റെ കോർ. ആർമേച്ചർ കോറിന് ചുറ്റും വൈൻഡിങ്ങുകൾ വരുമ്പോഴാണ് അതിന് ആർമേച്ചർ എന്ന് പറയുന്നത്. അതിന് ചുറ്റുമുള്ള വൈൻഡിങ് കൃത്യമായി അടയാളപ്പെടുത്തണം. അതിനുശേഷം ആർമേച്ചർ ഉണ്ടാകുന്ന AC കറന്റിനെ DC ആക്കി മാറ്റുവാൻ ആവശ്യമായ കമ്മ്യൂട്ടേറ്ററിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ പുറത്തേക്ക് എടുക്കാൻ ആവശ്യമായ ബ്രഷുകൾ, ആർമേച്ചറിനെ താങ്ങി നിർത്തുവാൻ ആവശ്യമായ ബിയറിങ്ങുകൾ എന്നിവയാണ് സാധാരണയായി ഒരു DC ജനറേറ്ററിൽ ഉൾപ്പെടുത്തേണ്ട ഭാഗങ്ങൾ. ഇനി ഓരോ ഭാഗങ്ങളെ പറ്റിയും വിശദമായി നോക്കാം. യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം എന്ന് പറയുന്ന ഭാഗം ഏറ്റവും പുറം ഭാഗത്താണ്. ആർമേച്ചറിന്റെ ഉൾഭാഗത്തുള്ള എല്ലാ ഭാഗങ്ങളെയും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നതിനും അതിനെ കൃത്യമായി അലൈൻമെന്റ് ചെയ്ത് നിർത്തുന്നതിനും ആവശ്യമായ രീതിയിൽ സ്റ്റീൽ കൊണ്ടോ ഉരുക്ക് കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് യോക്ക് എന്ന് പറയുന്നത്. സിലിണ്ടർ ആകൃതിയിലായിരിക്കും ഉണ്ടാവുക. അതിനെ സംരക്ഷിക്കുന്ന ഒരു ആകരണമായി ഇത് പ്രവർത്തിക്കുന്നു. അതുകൂടാതെ ഫീൽഡ് പോൾസുകൾ അല്ലെങ്കിൽ ഫീൽഡ് കോറുകൾ, മാഗ്നറ്റായി മാറുന്ന ഫീൽഡ് കോറുകൾ ഘടിപ്പിക്കുന്നത് യോക്കിന്റെ ഉൾഭാഗത്താണ്. അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് ഫീൽഡ് സിസ്റ്റം. ഫീൽഡ് സിസ്റ്റമാണ് DC ജനറേറ്ററിനുള്ളിൽ ആവശ്യമായ അളവിൽ കാന്തിക മണ്ഡലം സൃഷ്ടിക്കുന്നത്. ഫീൽഡ് സിസ്റ്റം എന്ന് പറയുന്നത് പോൾ ഷൂ, ഫീൽഡ് കോർ, ഫീൽഡ് വൈൻഡിംഗ് എന്നിവ ഉൾപ്പെടുന്ന ഭാഗമാണ്. പോൾ ഷൂ ആർമേച്ചറിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഭാഗമാണ്. എന്നാൽ പോൾ ഷൂവും ആർമേച്ചറും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടായിരിക്കില്ല. ഇവയ്ക്കിടയിൽ ഒരു എയർ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. പോൾ ഷൂവിന് തൊട്ടു താഴെ ഫീൽഡ് കോറിൽ ഫീൽഡ് വൈൻഡിംഗ് ചുറ്റിയിരിക്കും. ഫീൽഡ് വൈൻഡിംഗ് ആണ് വൈദ്യുതി ലഭ്യമാക്കുവാൻ ആവശ്യമായ മാഗ്നറ്റായി മാറുവാൻ സഹായിക്കുന്നത്. ഒരു DC ജനറേറ്ററിൽ 4 അതിലധികമോ ഫീൽഡ് മാഗ്നറ്റുകൾ ഉണ്ടായിരിക്കും. മറ്റൊരു പ്രധാന ഭാഗമാണ് ആർമേച്ചർ. ആർമേച്ചറിന്റെ ഏറ്റവും അടിസ്ഥാന ഭാഗം ആർമേച്ചർ ഷാഫ്റ്റും ആർമേച്ചർ ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആർമേച്ചർ കോറുമാണ്. ആർമേച്ചർ കോറിനോടനുബന്ധിച്ച് കമ്മ്യൂട്ടേറ്ററും സ്ഥിതി ചെയ്യുന്നു. ആർമേച്ചർ കോറിൽ ഇൻസുലേറ്റ് ചെയ്യപ്പെട്ട കോപ്പർ വയർ കൊണ്ട് വൈൻഡ് ചെയ്യുന്നു. ഈ കോപ്പർ വയറിന്റെ അഗ്രം കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റുകളുമായി സോൾഡർ ചെയ്തിരിക്കുന്നു. ഫാരഡെയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തത്വപ്രകാരം ഒരു കാന്തിക മണ്ഡലത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ആർമേച്ചർ ചലിക്കുന്ന സമയത്ത് അതിലെ കോപ്പർ വയർ കാന്തിക ഫ്ലെക്സുകളെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലെക്സുകളെ കട്ട് ചെയ്യുമ്പോൾ അവയിൽ അനുഭവപ്പെടുന്ന EMF ആണ് കാന്തിക ബലരേഖകളുടെ എണ്ണത്തിനും ആർമേച്ചറിനും അടിസ്ഥാനമാക്കിയുള്ള ഒരു വൈദ്യുതിയായി കമ്മ്യൂട്ടേറ്ററിലേക്ക് എത്തുന്നത്. മറ്റൊരു പ്രധാന ഭാഗമാണ് ആർമേച്ചർ ഷാഫ്റ്റിൽ ആർമേച്ചർ കോറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കമ്മ്യൂട്ടേറ്റർ. ആർമേച്ചറിലെ വൈൻഡിങ്ങുകളുടെ അഗ്രം കമ്മ്യൂട്ടേറ്ററിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ കമ്മ്യൂട്ടേറ്ററിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന കോപ്പർ വയറിൽ ലഭ്യമാകുന്ന EMF AC ആയിരിക്കും, അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ കറണ്ട് ആയിരിക്കും. ഈ ആൾട്ടർനേറ്റർ കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് അഥവാ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഭാഗം കമ്മ്യൂട്ടേറ്ററാണ്. കമ്മ്യൂട്ടേറ്ററിലെ വൈദ്യുതി ജനറേറ്ററിന് പുറത്തേക്ക് ലഭ്യമാകുന്നത് ബ്രഷുമായി അനുബന്ധിച്ചിട്ടുള്ള മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചാണ്. യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം, ഫീൽഡ് മാഗ്നറ്റ്സ്, ആർമേച്ചർ, കമ്മ്യൂട്ടേറ്റർ, ബ്രഷ് എന്നിവയാണ് ഒരു DC ജനറേറ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ആർമേച്ചറിനെ യോക്കുമായി കൃത്യമായ രീതിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ആർമേച്ചർ ഷാഫ്റ്റിന്റെ 2 ഭാഗങ്ങളിലുമുള്ള ബോൾ ബിയറിങ്ങുകളുടെ സഹായത്താലാണ്. DC ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോകളിൽ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന തകരാറുകളാണ്. ഒന്ന്, അവയുടെ ബ്രഷുകൾക്കും ബ്രഷ് ഹോൾഡിങ്ങുകൾക്കും ഉണ്ടാകുന്ന തേയ്മാനം. അവ കൂടാതെ ബിയറിങ്ങുകൾക്കും ഹെയർ സ്പ്രിങ്ങുകൾക്കും ഉണ്ടാകുന്ന തകരാറുകൾ. കൃത്യമായ ഇടവേളകളിൽ ബ്രഷും ബ്രഷ് ഹോൾഡിങ്ങുകളും തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റിയിടേണ്ടതാണ്. അതുപോലെ തന്നെ കൃത്യമായ അളവുകളിൽ ബോൾ ബിയറിങ്ങുകളിൽ ലൂബ്രിക്കേഷൻ നടത്തേണ്ടതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടാതെ തന്നെ കമ്മ്യൂട്ടേറ്ററുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവ പരിഹരിക്കേണ്ടതും അതുപോലെ തന്നെ എല്ലാ സമയത്തും കമ്മ്യൂട്ടേറ്റർ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും ആണ്. DC ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ ഒറ്റനോട്ടത്തിൽ. സാധാരണ വാഹനങ്ങളിൽ DC ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ ഉപയോഗിക്കുന്നത് വാഹനത്തിലേക്ക് ആവശ്യമായ ഇലക്ട്രിക്കൽ പവർ നിർമ്മിക്കുവാൻ വേണ്ടിയാണ്. മൈക്കൽ ഫാരഡെയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തത്വം അടിസ്ഥാനമാക്കിയാണ് ഡൈനാമോ അല്ലെങ്കിൽ DC ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. ഒരു DC ജനറേറ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ: 1 യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം, രണ്ടാമത്തേത് ഫീൽഡ് മാഗ്നറ്റ്, 3 ആർമേച്ചർ സിസ്റ്റം, ആർമേച്ചർ കോർ, ആർമേച്ചർ ഷാഫ്റ്റ് എന്നിവ കൂടി ഉണ്ടാവും. അതുകൂടാതെ കമ്മ്യൂട്ടേറ്ററാണ് AC കറണ്ടിനെ DC ആക്കി മാറ്റാൻ വേണ്ടി സഹായിക്കുന്നത്.
വൈദ്യുതി പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ബ്രഷിന്റെ മറ്റനുബന്ധ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ആർമേച്ചറിനെ യോക്കുമായി ഉറപ്പിച്ചു നിർത്തുന്നത് ബിയറിംഗുകളുടെ സഹായത്താലാണ്.